മലയാളം ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്. ജാസ്മിൻ എന്നാണ് പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു മത്സരാർത്ഥി ജാസ്മിൻ ചേച്ചി എന്ന് കരയുന്നുവോ അത് അഭിനയമാണ്, എന്ന് ചിരിക്കുന്നുവോ അത് അഹങ്കാരമാണ്, എന്ന് അഭിപ്രായങ്ങൾ പറയുന്നുവോ അത് തെറ്റായ അഭിപ്രായങ്ങളാണ്. ഇങ്ങനെയാണ് ചില പ്രേക്ഷകരെ കണക്കാക്കുന്നത്. അത് എനിക്ക് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികളുടെ ഗെയിമിനെ പറ്റി വിമർശിക്കാനും അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാനും ബിഗ് ബോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ നടത്തുന്നത്. എന്നാലും നമ്മുടെ ജാസ്മിൻ ചേച്ചി ബിഗ് ബോസ് ഹൗസിൽ എന്ത് ചെയ്താലും അത് അഭിനയമാണെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ എത്രയോ പേര് എത്ര തവണ കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഭിനയമാണെന്ന് പറയേണ്ടി വരില്ലേ? അഭിനയിച്ചിട്ടുണ്ടാകാം. ഞാൻ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ ന്യായീകരിക്കാൻ വന്നതല്ല. ചിലപ്പോൾ കരയുന്നതായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകാം, ചിരിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകാം എന്ന് കരുതിയിട്ട് ആ ബിഗ് ബോസ് ഹൗസിൽ എല്ലാ തവണ കരയുമ്പോഴും അത് അഭിനയമാണ്, എല്ലാ തവണ ചിരിക്കുമ്പോഴും അത് അഹങ്കാരമാണ് എന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഞാൻ കണ്ടു. അതിനെ വിമർശിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാ സമയവും അത് അഭിനയമാണെന്ന് പറയാൻ എന്താണ് നിങ്ങളുടെ കൈവശമുള്ളത്? അങ്ങനെ അതാണ് സത്യമെന്ന് പറയാൻ നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നില്ലല്ലോ. നമ്മൾ പുറത്ത് നിന്ന് കാണുകയല്ലേ. അത് ചിലപ്പോഴേ നമുക്ക് തോന്നലാകാം, നമ്മുടെ തോന്നലാകാം. അവർക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളല്ലേ. ഒരു വീട്ടിനുള്ളിൽ നിങ്ങളെ കുറച്ച് ആൾക്കാർ ഒരുമിച്ചുണ്ട്. അവരാണെങ്കിൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് വലിയ വലിയ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുണ്ടാകും. എന്നാൽ അതൊക്കെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ എന്താണോ, ആ റൂമിൽ നിങ്ങൾക്ക് എന്താണോ ഭക്ഷണം തരുന്നത് അതുമാത്രം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഒപ്പരമുള്ളവരോട് കലപില സംസാരിച്ച് നിൽക്കണമെങ്കിൽ ആ ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് വരുന്നത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ വിന്നേഴ്സായിട്ട് മാറുന്നത്. അത് വേറൊരു കാര്യം, മനസ്സിലായല്ലോ. കൂടാതെ പ്രേക്ഷകരുടെ സപ്പോർട്ടും നേടിയെടുക്കണം. അപ്പം എല്ലാ തവണയും കരയുമ്പോൾ അത് അഭിനയമാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് ഞാൻ പറയാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളെ കളിയാക്കാനോ, നിങ്ങളെ പ്രേക്ഷകരാണ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ നാഴികക്കല്ലെന്ന് പറയുന്നത്. അപ്പം നമ്മളാണ് എല്ലാ കാര്യങ്ങളും വിലയിരുത്തേണ്ടതും, നമ്മളാണ് അഭിപ്രായങ്ങൾ പറയേണ്ടതും എന്ന് കരുതിയിട്ട് ഒരു വ്യക്തി കരയുന്നതെല്ലാം അഭിനയമാണെന്ന് നിങ്ങൾ അങ്ങനെ വരുത്തി തീർക്കരുത്. അവർക്കും അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. ജാസ്മിൻ ചേച്ചി ഞാൻ കുറ്റം പറയേണ്ട സ്ഥലത്ത് കുറ്റങ്ങൾ പറയും, ശരിയെന്ന് തോന്നിയ സ്ഥലങ്ങളിൽ ശരിയായിട്ട് തന്നെ പറയും. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാ പ്രേക്ഷകരെ പറ്റിയിട്ടുമല്ല പറഞ്ഞത്, ഒന്നോ രണ്ടോ പ്രേക്ഷകരെ ഞാൻ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ കണ്ടതാണ്. അതായത് ജാസ്മിൻ അഭിനയമാണ്, കരയുന്നത് അഭിനയമാണ്. അപ്പം മറ്റൊരു വ്യക്തി കമൻറ്റ് ഇട്ടു, അതായത് ജാസ്മിൻ കരഞ്ഞാലും ചിരിച്ചാലും എല്ലാം എങ്ങനെയാണത് അഭിനയമായി മാറുന്നത് അല്ലേ? എല്ലാ തവണയും ഞാനിപ്പം ഇന്ന് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 57 ദിവസം ഞാൻ കരയുന്നു, അത് മൊത്തം ഞാൻ അഭിനയിക്കുകയാണെന്ന് പറയാൻ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നേ ചോദിക്കുന്നുള്ളൂ. അഭിനയിക്കുന്നുണ്ട്, അത് നമുക്കും അറിയാം. ജാസ്മിൻ ചേച്ചി ഒരുപാട് നാടകീയമായിട്ടുള്ള ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് അത് എല്ലാ സമയവും അത് തന്നെയാണെന്ന് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ അടിച്ചിങ്ങനെ അത് തന്നെയാണ് അഭിനയം തന്നെയാണ് എന്ത് പറഞ്ഞാലും അത് തെറ്റാണ്, എന്ത് ചെയ്താലും അത് തെറ്റാണ്, അത് അഹങ്കാരമാണെന്ന് പറയരുത്. തെറ്റിനെ തെറ്റെന്ന് പറയാം, ശരി ചെയ്യുമ്പോൾ ശരിയെന്നും പറയാം. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. മാന്യമായ ഭാഷയിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നന്ദി.